റിയൽമിയുടെ C11 എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി C11 എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ റിയൽമി C11 വരുന്നത് 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 88.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടില്ല. പിന്നെ റിയൽമി C11 ലോഞ്ച് ചെയ്ത ഇന്നലെ തന്നെ മലേഷ്യയിൽ റെഡ്മി 9C എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരുന്നു. ആ ഒരു ഫോണും ഇതേ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഏകദേശം ഇതുപോലുള്ളൊരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് ആ ഫോണിൽ വരുന്നത്. ആ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ല എന്നുള്ളത് ഈ ഫോണിന് ചെറിയൊരു നെഗറ്റീവായിട്ട് വരും. പിന്നെ ഈ ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ ബാക്കിൽ ജോമെട്രിക് ആർട്ട് ഡിസൈൻ എന്ന് വിളിക്കുന്ന ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 196 ഗ്രാമാണ്. പിന്നെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G35 എന്നുള്ള പ്രൊസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. റെഡ്മി 9C എന്ന ഫോണിലും ഇതേ പ്രൊസസ്സറാണ് വരുന്നത്. ഈ ഫോൺ വരുന്നത് 7500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രൊസസ്സറാണിത്. ഈ ഫോണിൽ 2GB റാമാണ് വരുന്നത്. 32GB ഇന്റേണലും വരുന്നുണ്ട്. പിന്നെ വേറെ വെർഷൻസ് ഒന്നും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. ഈ ഫോണിൽ eMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ഫോണുകളിലും ഈ ഒരു സ്റ്റോറേജ് ടൈപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി US സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫോണിന്റെ ഫ്രണ്ടിൽ 5 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ റെഡ്മി 9C എന്ന ഫോണിലും ഏകദേശം ഇതേ ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ റെഡ്മി 9Cയിൽ ഫോണിന്റെ ബാക്കിൽ എക്സ്ട്രാ ആയിട്ട് 2 മെഗാപിക്സലിൽ ഒരു മാക്രോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമല്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. മൈക്രോ USB ചാർജിങ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ നമുക്ക് റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അതായത് ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് മറ്റു ഫോണുകൾ ഈ ഫോൺ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം മലേഷ്യയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 7500 രൂപയാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് റിയൽമി C11 വരുന്നത്. പക്ഷേ ഇതേ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 9C എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിലാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫിംഗർ പ്രിന്റ് സെൻസറും പിന്നെ ക്യാമറയിൽ ഒരു മാക്രോ ലെൻസും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 9C എന്ന ഫോൺ വരുന്നു എന്നത് ഈ ഫോണിന് ഒരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. എന്നാലും ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പം റെഡ്മി 9C എന്ന ഫോണിനേക്കാളും കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും.